Hi friends, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റ് ആണ്, അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഇവിടെ 1 കിലോ ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഒരുപാട് വലിയ പീസ് അല്ല വേണ്ടത്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് പൊടിച്ചതല്ല, കുറച്ചൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ഉണക്കമുളകിൻ്റെ പൊടിയാണ്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഉണക്കമുളകിൻ്റെ ആ ഒരു ടേസ്റ്റാണ് ഈ ചിക്കന് വേണ്ടത്. അതിലേക്ക് ഗരം മസാലയും 1 ടീസ്പൂൺ പെപ്പർ പൗഡറും ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. കറിവേപ്പില ഒന്ന് ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ ഇതിലേക്ക് ഒരു സവാള കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർക്കുന്നുണ്ട്. കോൺഫ്ലോർ ചേർക്കുമ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഒരു ടേബിൾ സ്പൂണിൽ നിറയെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തും ഉപ്പും മസാലയും കോൺഫ്ലോറും ഒക്കെ എല്ലായിടത്തും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് കുറവാണെന്ന് തോന്നിയതുകൊണ്ട്. അതുപോലെ ഇതിലേക്ക് ഒരു ചെറിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ കൂടുതലായിട്ട് ആ ഒരു സവാള കടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2 സവാളയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുക്കാം. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിച്ചിട്ട് കിട്ടും. അപ്പോൾ ഇത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ആക്കാനായിട്ട് ഞാൻ കുറച്ച് എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ ക്രിസ്പി ആക്കി എടുക്കാം. അപ്പോൾ സവാളയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. അതുപോലെ ചിക്കനും നല്ല മൊരിഞ്ഞിട്ട് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള മുളക് പൊടിയുടെ അതുപോലെ മുളക് ചതച്ചതൊക്കെ ചേർക്കുമ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിതൊരു അത്യാവശ്യം നല്ലൊരു എരിവിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു സൈഡ് ആവുമ്പോൾ ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ചെറിയ പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഇതേപോലെ ബാക്കിയുള്ള ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഈസി ആയിട്ട് വേഗത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്